പപ്പ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഏർലി മാരേജ് ആണ്. ഏർലി മാരേജ് എന്ന് വെച്ചാൽ 18 വയസ്സിലും 19 വയസ്സിലല്ല, ഒരു 23 ഇയേഴ്സ് ആകുമ്പോഴെങ്കിലും കുട്ടികൾ കല്യാണം കഴിച്ച്, എസ്പെഷ്യലി ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ള കുട്ടികൾ കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 23, 24, 25 ഇയേഴ്സിൽ പ്രഗ്നൻസി ആവുകയാണെങ്കിൽ അവർക്ക് അതാ ഏറ്റവും നല്ലത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ PCOD എന്ന് പറയുന്നത് വെറും ഈ പീരിയഡ്സ് മാറിപ്പോവുക മാത്രമോ ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല. പക്ഷെ ഈ പ്രോബ്ലം വരുന്നത് വെച്ചാൽ ഈ പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റി ആവും കല്യാണം കഴിഞ്ഞാൽ, കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ഡിഫിക്കൽറ്റി കാണാൻ തുടങ്ങും. എല്ലാവരെയും ക്യൂർ ഇന്നോവേറ്ററുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രായം കുറഞ്ഞ സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ PCOD എന്ന് പറയാൻ പറ്റും. ആ PCODനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ എയിം. പോസ്റ്റ് കോവിഡ് എറ എന്ന് പറയാം. ഇറ്റ് വാസ് ഓൾവേസ് എ കോമൺ ഡിസീസ്, ബട്ട് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്തിനു നമ്മൾ ഡിസ്കസ് ചെയ്യണം? ഇത് കോമൺ ആണ്, പക്ഷെ അതിൻ്റെ ലോങ് ടേം എഫക്ട്സ് എന്താണ്, അതെന്തുകൊണ്ട് വരുന്നു, അതേ ചുറ്റിയുള്ള ഇൻഫർമേഷനും മിസ്കൺസെപ്ഷനും ക്ലിയർ ചെയ്യാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എക്സാക്ട്ലി? അതൊരു ഓർഗാനിക് അസുഖമാണോ, അതോ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണോ? ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും റോങ് ഡയഗ്നോസിസ് വരുന്നൊരു അസുഖമാണ്. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് പേഷ്യൻസ് വന്ന് പറയും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസാണ് ഡോക്ടറെ, അത് ട്രീറ്റ് ചെയ്യണം എന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ അവർ ജസ്റ്റ് അമിനോറിയ, അതായത് മാസമുറ തെറ്റിയിട്ട് വരുന്നതാണ്. അതെല്ലാം പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഒന്നുമല്ല, അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അത് കോമൺ ആണ്, പക്ഷേ എന്നാൽ അത്ര കോമൺ അല്ല. സാധാരണഗതിയിൽ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഒന്നുമല്ല, അത് ജെനറ്റിക് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് ജന്മന ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ആ അസുഖമുണ്ട്. അത് വരുന്നത് സാധാരണഗതിയിൽ മദറോ ഫാദറോ ഒക്കെ ഡയബറ്റിക് ആവുമ്പോൾ ആ ജനറ്റിക് ആയിട്ടുള്ള പ്രീഡിസ്പോസിഷൻ ഇങ്ങോട്ട് വരുന്നതാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ആദ്യം തന്നെ നമ്മൾക്ക് ഈ പോളിസിസ്റ്റിക്, ഇപ്പോൾ ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ ഹൈ ബർത്ത് വെയിറ്റ് ഉള്ള പേഷ്യൻസ്, അതായത് ഒരു 4, നമ്മുടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ 4 കിലോയിൽ കൂടുതൽ ബർത്ത് വെയിറ്റ് ഉള്ള ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വരാം. കാരണം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഇത്രയും വലിയ ബർത്ത് വെയിറ്റ് വരുന്നത് ഈ മദർ ഡയബറ്റിക് ആയിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോഴാണ് ഈ ബർത്ത് വെയിറ്റ് വരുന്നത്. അപ്പൊ അതൊരു പ്രഡിക്ഷനാണ്. ഈ ബർത്ത് വെയിറ്റ് വന്നതുകൊണ്ട് PCOD വന്നു എന്നല്ല, ഈ PCOD പ്രോൺ ആയതുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്രയും ബർത്ത് വെയിറ്റ് വന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, ഈ വളരെ ചബ്ബി ആയിട്ടിരിക്കുന്ന കുട്ടികൾ, ഈ ജനിക്കുമ്പോൾ തന്നെ നല്ല ചബ്ബിയായിട്ട്, അല്ലെങ്കിൽ 5 വയസ്സിൽ നല്ല ചബ്ബിയായിട്ട് ഉരുണ്ടിരിക്കുന്ന കുട്ടികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കുട്ടിക്ക് പലപ്പോഴും പെൺകുട്ടിയാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് വരുന്നുള്ളത്. അതും ഈ പറഞ്ഞ ഒരു പ്രീ ഡയബറ്റിക് സിറ്റുവേഷൻ ആണ് ഈ കുട്ടിക്ക് വരുന്നത്. ഈ തടിച്ചവരിൽ മാത്രമാണ് ഈ കണ്ടീഷൻ വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് ശരിയാണോ അതോ വളരെ മെലിഞ്ഞവർക്കും വരാം? സാധാരണഗതിയിൽ തടിച്ചവരിലാണ് ഇത്. അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള ഒരു 94% ആളുകളും കൂടുതൽ തടിയുള്ള ആളുകളാണ്. ഒരു വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ഉള്ളൂ ഈ ലീൻ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ലീൻ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് കുറേ കൂടി ഡേഞ്ചറസ് ആണ്. അതിൽ മെയിൽ ഹോർമോൺസ് കുറേ കൂടി കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തടിച്ച പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസാണ് സാധാരണഗതിയിൽ അഡ്രസ് ചെയ്യേണ്ടി വരുന്നത്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിന്റെ മാത്രം ഒരു അസുഖമൊന്നുമല്ല, ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റബോളിക് അസുഖമാണ്. മൊത്തം ശരീരത്തിന്റെ മെറ്റബോളിസം മാറ്റിമറിക്കുന്ന ഒരു അസുഖമാണ് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര തടിയുള്ള പേഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ വരുന്ന സിംറ്റംസ് പറഞ്ഞാൽ സാധാരണഗതിയിൽ വളരെയധികം വണ്ണം വെക്കുക, മുഖത്ത് രോമം വരിക, ഈ ഹെയർ ഫോൾ, അതായത് റിസീഡിങ് ഹെയർ എന്ന് പറയും, കഷണ്ടി, അതായത് മെയിൽ ഹോർമോൺസ് ശരീരത്തിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ മെയിൽ ഹോർമോൺസിന്റെ ഇഫക്റ്റ് ആണ് ഈ കാണുന്നത്. മുഖത്ത് രോമം വരിക, പിന്നെ ഈ കഴുത്തിന് ബാക്കിൽ കറുത്ത നിറമായിട്ട് വരിക, കഷണ്ടി ഹെയർ ഫോൾ കൂടുക, കഷണ്ടി വരിക, ഈ തരത്തിലുള്ള സിംറ്റംസ് ആയിട്ടാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് പ്രസന്റ് ചെയ്യുന്ന സാധനം. അതല്ലാതെ ഈ മാസമുറ തെറ്റി എല്ലാവരും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ല. മാസമുറ തെറ്റുന്ന ഇപ്പം 11 വയസ്സിൽ മെനാർക്ക് അത് മാസമുറ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാൾ വളരെ ഇറഗുലർ ആയിരിക്കും. അതുകൂടാതെ തന്നെ മാസമുറ തെറ്റാനായിട്ടൊരു 100,000 കാര്യങ്ങളുണ്ട്. ഒന്ന് നെട്ടിയാൽ തന്നെ തെറ്റുന്ന ഒരു ഇതാണെന്ന് ഞാൻ പറയുന്നത് സാറിന്.
പല കാരണങ്ങൾ കൊണ്ട് മാസമുറ തെറ്റാം. ഇപ്പൊ കല്യാണം കഴിക്കുന്ന കുട്ടികൾ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞാൽ മാസമുറ തെറ്റാം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മാസമുറ തെറ്റുന്നത് മാത്രമല്ല പോളിസിസ്റ്റിക്. അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ക്രൈറ്റീരിയാസ് ഉണ്ട്, ഡയഗ്നോസിസ് അൾട്രാസൗണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ സിംറ്റം വെച്ചുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ ഈ ക്രൈറ്റീരിയാസിൽ ഫിറ്റ് ചെയ്യുന്നത് മാത്രമേ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആവുന്നുള്ളൂ. ഈ മാസമുറ തെറ്റാന്ന് മാത്രമല്ല, വേറെ എന്ത് ഹൈലി റിസ്കി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഇത് ട്രീറ്റ് ചെയ്യാണ്ട് വിട്ടാൽ നമുക്ക് ഉണ്ടാകുന്നത്? അത് സാധാരണഗതിയിൽ ഞാൻ പറയാം, സാധാരണഗതിയിൽ നമ്മൾ വളരെ യങ് ഏജിലുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അൺനെസറി ആയിട്ട് ഹോർമോൺസ് പ്രിഫർ ചെയ്യുന്നില്ല. പലരും അത് ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട്, പല സയന്റിഫിക് പേപ്പേഴ്സും മെറ്റ്ഫോർമിൻ പോലത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ജനറലി യങ് ഏജിൽ ആദ്യം തന്നെ നമ്മൾ ഈ കയറി മെറ്റ്ഫോർമിൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറില്ല. നമ്മൾ ആ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യുന്ന വെച്ചാൽ തടി കുറയ്ക്കാനാണ്. തടി കുറയ്ക്കാനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ഈ പേഷ്യൻസിന് ചെയ്യും. അതായത് ഈവൻ തടി കുറയ്ക്കാനുള്ള മരുന്നുകൾ വരെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സാധാരണഗതിയിൽ ഇവർക്ക് ഡയറ്റ് കൺട്രോൾ അല്ലെങ്കിൽ എക്സസൈസ് വഴിയൊന്നും ചിലപ്പോൾ തടി കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിൽ തടി കുറയ്ക്കാനുള്ള ഹെൽപ്പുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം പല രീതിയിൽ. അല്ലെങ്കിൽ വളരെ മോർബിഡ് ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസ്, അത് ഭയങ്കരമായിട്ടുള്ള തടിയുള്ള പേഷ്യൻസിന് ഈവൻ നമ്മൾ ഗ്യാസ്ട്രിക് ബലൂൺസും ബെറിയാട്രിക് സർജറി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല, ഈവൻ യങ് പേഷ്യൻസിന് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ദൂഷ്യമില്ല. കാരണം ആ തടിയും കാര്യങ്ങളും മെറ്റബോളിക് പ്രോബ്ലംസ് അവർക്ക് അതിലേയും കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ പേഷ്യൻസ് വളർന്നു കഴിഞ്ഞ് ഒരു കല്യാണപ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മീശ വരുന്നതും അങ്ങനത്തെ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ്, അല്ലാതെ പേഷ്യൻസിന് വലിയൊരു പ്രശ്നം വരുന്നില്ല. അത് ലേസർ വെച്ച് കളയുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറെ മാറും. പക്ഷെ ഈ പ്രോബ്ലം വരുന്നത് വെച്ചാൽ ഈ പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റി ആവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ഡിഫിക്കൽറ്റി കാണാൻ തുടങ്ങും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ അണ്ഡാശയത്തിൽ അണ്ഡം വളരുന്നില്ല. ഒരു പൂർണ്ണ വളർച്ച ഒത്ത് അണ്ഡാശയത്തിൽ വളർന്ന് അണ്ഡം ബ്രേക്ക് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇൻഫെർട്ടിലിറ്റി വരുന്നത്. അത് എഗ് ഫോർമേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് പേഷ്യൻസ് ഇൻഫെർട്ടൈൽ ആവും. അത് ചില എല്ലാ പോളിസിസ്റ്റിക് ഓവറീസും ഇൻഫെർട്ടൈൽ ആവുന്നില്ല. ചില സമയത്ത് എഗ് ഫോർമേഷൻ നടന്നെങ്കിൽ വരും. ആ സമയത്ത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ ആ ഒരു പ്രോബ്ലം കുറച്ചുകൂടി കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഏർലി മാരേജ് ആണ്. ഏർലി മാരേജ് എന്ന് വെച്ചാൽ 18 വയസ്സിലും 19 വയസ്സിലല്ല, ഒരു 23 ഇയേഴ്സ് ആകുമ്പോഴെങ്കിലും കുട്ടികൾ കല്യാണം കഴിച്ച്, എസ്പെഷ്യലി ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള കുട്ടികൾ കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 23, 24, 25 ഇയേഴ്സിൽ പ്രഗ്നൻസി ആവുകയാണെങ്കിൽ അവർക്ക് അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനൊരു ക്രോണിസിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കൂടുതൽ നമ്മൾ പ്രഗ്നൻസി ഡിലേ ആവുമ്പം ആ ഓവറീസിലെ തീക്കൽ ഇത് വരിക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക, ആൻഡ്രോജനൈസേഷൻ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്ന് പിന്നീടുള്ള ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവുലേഷൻ ഡ്രഗ്സ് ഇതിന് ഫലിക്കാതെ വരുന്നൊരു സിറ്റുവേഷനും വരാം. അപ്പൊ ഇത് ഏജ് കുറെ കഴിയുന്തോറും ഈ ഡിസീസ് ട്രീറ്റബിൾ അല്ലാത്ത സിറ്റുവേഷനിലേക്ക് വരാവുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ഈ പോളിസിസ്റ്റിക് ഡിസീസ്. നമ്മൾ ഈ ഇൻഫെർട്ടൈൽ പേഷ്യൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പോളിസിസ്റ്റിക് എന്ന് പറയുന്നത്, പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ, ഏറെ അധികം. സിസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊട്ടാത്ത എഗ്സ് ആണ്, ഓൺ ദി ഓവറി ഡെവലപ്പ് ചെയ്യാത്ത എഗ്സ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇൻഫെർട്ടൈൽ പേഷ്യന്റിന് ഇപ്പം പലരും കേട്ട് കാണും, ഈ സിസ്റ്റം ഉടച്ചു വിടുക അല്ലെങ്കിൽ ഓവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞൊരു സർജിക്കൽ പ്രൊസീജിയർ ഏറെ കാലം മുതലേ ഉണ്ട്, ഇപ്പൊ വളരെയധികം ഫോളോ ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് പപ്പാന്റെ ഒപ്പീനിയൻ എന്താ? ഈ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഓവേറിയൻ ഡ്രില്ലിംഗ് ചെയ്യായിരുന്നു. കാരണം വെച്ചാൽ ലാപ്രോസ്കോപ്പി ആണല്ലോ നമ്മളുടെ ഒരു മെയിൻ ഇത്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പി കൂടെയാണ് ഓവേറിയൻ ഡ്രില്ലിംഗ്. പക്ഷെ ഇപ്പൊ ഈ ഓവേറിയൻ ഡ്രില്ലിംഗ് നമുക്ക് മനസ്സിലാവുക അത് ഓവറിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നു. ഓവേറിയൻ ഡ്രില്ലിംഗ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിസി, അതായത് ഒരു മരുന്നിന് എഫക്റ്റീവ് അല്ലാത്ത പോളിസിസ്റ്റിക് ഓവറിയിലാണ് ഒരു ഓവേറിയൻ ഡ്രില്ലിംഗ് നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തു നോക്കുന്നത്. ചില പേഷ്യൻസിന് അത് എഫക്റ്റീവ് ആവാറുണ്ട്. പക്ഷേ മനസ്സിലാക്കുന്ന വെച്ചാൽ എല്ലാ പോളിസിസ്റ്റിക് ഓവറിക്ക് ഓവേറിയൻ ഡ്രില്ലിംഗ് അല്ല ട്രീറ്റ്മെന്റ്. അതൊരു വളരെ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് ഈ ഓവേറിയൻ ഡ്രില്ലിംഗ് വരുന്നത്. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റി കൂടാതെ വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ ഇവരൊരു പ്രീ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഈ പേഷ്യൻ്റ് നാളെ ഡയബറ്റീസ് വരാം അറ്റ് എനി ടൈം. അതായത് ഈ പേഷ്യൻ്റ് ഈവൻ പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ ഈ പ്രഗ്നൻസിയിൽ വരുന്ന കണ്ടമാനം പ്രശ്നങ്ങൾ PCOD പേഷ്യൻസ് വരാം. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്.
പ്രഗ്നൻസിയിൽ വരുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം, ഹൈപ്പർ ടെൻഷൻ കൂടുതലാവാം, പ്രിമച്വർ ലേബർ വരാം, കുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ വരാം. കുട്ടിക്ക് ഈ മാക്രോസോമിയ, ഈ കുട്ടി മാക്രോസോമിയ ആയതുപോലെ ഈ കുട്ടിക്കും മാക്രോസോമിയ വരാം. മനസ്സിലായി? ഈ പേഷ്യന്റ് ബർത്ത് വെയിറ്റ് കൂടുതലായതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ കുട്ടിക്കും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇതൊരു ജെനറ്റിക് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് വെറുതെ മരുന്ന് കഴിക്കുക മാത്രമല്ല, ആ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഡയബറ്റീസ് നമ്മൾ വെറുതെ മരുന്ന് കഴിക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ ഡയറ്റ് കൺട്രോൾ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഉണ്ട്, ആ വെയിറ്റ് കുറച്ച് വെക്കുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയറ്റ് മാറ്റുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. പലരും അത് ഇഗ്നോർ ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ PCOD എന്ന് പറയുന്നത് വെറും ഈ പീരിയഡ്സ് മാറിപ്പോവുക മാത്രമോ ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല, അതൊരു വ്യക്തിയുടെ എൻറ്റയർ ലൈഫിൽ മൾട്ടിപ്പിൾ മെറ്റബോളിക്, ഷുഗർ മുതൽ തൈറോയിഡ് മുതലുള്ള മെറ്റബോളിക് കണ്ടീഷൻസ് കോസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഈ PCOD ലോങ് ടേം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കലല്ല ട്രീറ്റ്മെന്റ്. അവിടെയാണ് പേഷ്യൻസ് വളരെയധികം മനസ്സിലാക്കേണ്ടത്. മരുന്ന് കൊടുക്കൽ മാത്രമല്ല, എന്തൊക്കെ തരം ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെന്റ് ഇതിനകത്തുണ്ട്. ഇത് ഈ ട്രീറ്റ് ചെയ്യാണ്ട് വളരെ ലോങ് ടേം ആയിട്ട് വിടുന്ന പേഷ്യൻസിൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? അതെ, ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള പേഷ്യൻസിന്, അതായത് ഈ പോളിസിസ്റ്റിക് ഓവറി വരുമ്പോൾ നമ്മൾക്ക് ഈ പേഷ്യൻസിന് ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ എൻഡോമെട്രിയം, അതായത് യൂട്രസിന്റെ ലൈനിങ്ങിൽ ഈസ്ട്രജന്റെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ഹൈപ്പർ പ്ലേസിയ വരും. അതായത് എൻഡോമെട്രിയം ക്രമാതീതമായിട്ട് വളരുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇതുപോലെ നമ്മൾ ഈ ഈസ്ട്രോജന്റെ അതിപ്രസരം കണ്ടിന്യൂസ് ആയിട്ട് ഈ എൻഡോമെട്രിയത്തിൽ വരുമ്പോഴാണ് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത്. അതൊരു കോർപ്പസ് ക്യാൻസർ സിൻഡ്രോം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒബിസിറ്റി, വളരെയധികം അമിതമായിട്ടുള്ള വണ്ണം, പിന്നെ ഈ പറഞ്ഞ പോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, യൂട്രൈൻ ക്യാൻസർ, ഇതെല്ലാം കൂടി ഒരു ഇതിനകത്ത് വരുന്നൊരു സാധനമാണ്. അപ്പം ഈ തരത്തിലുള്ള പോളിസിസ്റ്റിക് ഓവറി ഉള്ള പേഷ്യൻസിന്, അമിതമായിട്ടുള്ള വണ്ണമുള്ള പേഷ്യൻസിനും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യമേ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് ഈ ഇൻഫെർട്ടിലിറ്റിയും തടിയും മാത്രമല്ല, അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഡയബറ്റിക് ആവാം, ഹൈപ്പർടെൻസീവ് ആവാം, ഇവർ മെറ്റബോളിക് പ്രോബ്ലംസ് കണ്ടമാനം വരാം, ഇൻക്ലൂഡിങ് നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് പ്രോബ്ലംസ്, ക്യാൻസർ വരാം, യൂട്രൈൻ ക്യാൻസർ വരാം. ഇതെല്ലാ പ്രശ്നങ്ങളും ഈ പേഷ്യൻസിന് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഓവറിയുടെ പ്രശ്നം ഒരു പക്ഷേ മെനോപോസ് ആകുമ്പോഴത്തേക്കും നിൽക്കും. മെനോപോസ് ആകുമ്പോൾ ഈ ഓവറി ഡെഡ് ആയിപ്പോ, അല്ലെങ്കിൽ ഓവറി നോൺ ഫങ്ഷണൽ ആകും. അപ്പോൾ ഈ ഓവറിയുടെ പ്രശ്നം നിൽക്കും. പക്ഷേ ഈ എൻറ്റയർ മെറ്റബോളിക് ഇഷ്യൂ മെനോപോസ് ആയാലും, മെനോപോസ് തന്നെ മാസം നിൽക്കുന്നതിനാണല്ലോ പറയുന്നത്. ഈ മെനോപോസ് ആയാലും ഈ എൻറ്റയർ മെറ്റബോളിക് ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുന്ന ആലോചിക്കണം. അപ്പോൾ ഈ ഡയബറ്റീസും എല്ലാം ഈ പേഷ്യൻസിന് ഇത് കണ്ടിന്യൂ, ഈ പേഷ്യൻസ് മരിക്കുന്നവർ ഇതൊരു പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, പേര് പോളിസിസ്റ്റിക് എന്നുള്ള മെറ്റബോളിക് സിൻഡ്രോമാണ് ശരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മാസമുറ നിന്ന് കഴിഞ്ഞാൽ പോലും, അണ്ടാശയം ഫങ്ഷനിൽ ആകാതിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ പ്രോബ്ലംസ് അത് പിന്നെയും കണ്ടിന്യൂ ഇരിക്കുന്നു. അത് പ്രോബ്ലംസ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. മെയിനായിട്ടുള്ള കാര്യം തടി കുറയ്ക്കുക. തടി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഏകദേശം 70% PCODസും കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. സോ ഒരു സമറൈസ് ചെയ്യാൻ വേണമെങ്കിൽ പറയാം, നമുക്ക് PCOD ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു അസുഖമാണ്. അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിലൂടെ വേഴ്സൺ ആവുകയാണ്. സോ ഇറ്റ് റിക്വയർസ് ബോത്ത് സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഓൾസോ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ ഓർ സർജിക്കൽ മാനേജ്മെന്റ്. അതിന്റെ ട്രീറ്റ്മെന്റ് ഈ കുട്ടി പ്രഗ്നൻസി, അത് ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ട ഒരു സാധനം ഒന്ന് ആലോചിക്കണം. കാരണം വെച്ചാല് ഇത് കുട്ടിയുടെ മദർ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ആ കുട്ടിക്ക് അമിതമായിട്ടുള്ള വണ്ണം ഗർഭപാത്രത്തിനകത്ത് വരാതെ നോക്കണം. മാക്രോസോമിയ എന്ന് പറയും. ഈ പറഞ്ഞ പോലെ 4 കിലോയിലൊക്കെ മുകളിൽ വണ്ണം വരാതെ നോക്കണം. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അൺനെസറി ആയിട്ട് കുട്ടിനെ ഫീഡ് ചെയ്ത്, കണ്ടമാനം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്, കണ്ടമാനം ഫീഡ് ചെയ്ത് വളരെയധികം ചബ്ബിയായിട്ട് തടിയായിട്ട് ഇരിക്കാതെ നോക്കണം. അത് കൂടാതെ തന്നെ നമ്മൾ ഈ കുട്ടി മാസമുറ തുടങ്ങി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വെയിറ്റ് വെക്കാതെ നോക്കണം. ഡയറ്ററി കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ആ തടി വെക്കുന്ന ഡയറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കുന്നതാണ് പോളിസിസ്റ്റിക്. അതായത് നമ്മൾക്ക് ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ വരുന്ന കാര്യങ്ങൾ, ഡയറ്റ്സ് ഇത് ചെയ്യുക, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനത്തെ കണ്ടമാനം ഡയറ്ററി കൺട്രോൾസ് ഇതിനകത്തുണ്ട്.
അത് കൂടാതെ തന്നെ ഇവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാവുന്നത് കൊണ്ട് ഈ പേഷ്യൻസിനെ നമ്മൾ നേരത്തെ കല്യാണം കഴിക്കണം. ഞാൻ പറയുമ്പോൾ ചിലർ ചിരിക്കും, പക്ഷേ അത് ഫാക്റ്റാണ്. നേരത്തെ കല്യാണം കഴിച്ച് കുട്ടിയായി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്, ഈ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഒരു സമാധാനമാണ്. കാരണം വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി ഇത് വന്ന് കുറേ ഏജ് കഴിഞ്ഞ് ഇത് ട്രീറ്റ് ചെയ്യാൻ തന്നെ ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് വരും. അത് മാത്രമല്ല, കുട്ടിയായി പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ തലവേദന അവിടെ പിന്നെയും തുടങ്ങുകയാണ്. ആ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, ഡയബറ്റീസ് വരാം, അങ്ങനത്തെ പല പ്രശ്നങ്ങളും പ്രഗ്നൻസിയിൽ വരാം. ഈ പ്രഗ്നൻസി കഴിഞ്ഞാലും ഇതിന് പ്രശ്നങ്ങൾ മാറുന്നില്ല. കാരണം വെച്ചാൽ ഈ പേഷ്യൻസിന് ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് വരാം, ഈ പേഷ്യൻസിന് യൂട്രൈൻ ക്യാൻസർ കൂടുതലായിട്ട് വരാം. ഈ യൂട്രൈൻ ക്യാൻസർ വരുന്നത് മാത്രമല്ല, മെനോപോസ് ആയിക്കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല. കാരണം വെച്ചാൽ ഡയബറ്റീസ് വന്നാൽ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അമിതമായിട്ടുള്ള വണ്ണവും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഈ പോളിസിസ്റ്റിക് ഓവറി വരാം. ഈ ഒരു അസുഖം ജീവിതകാലം മുഴുവൻ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് പോലെ. പക്ഷെ അതിനെ കറക്റ്റായിട്ട് ഗൗനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ്. അത് കറക്റ്റായിട്ട് ആദ്യം പോലെ തന്നെ ഗൗനിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ശരിയായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയും ശരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും വളരെയധികം കൺട്രോളിൽ വെക്കാൻ പറ്റുന്നതാണ്. വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്ന അസുഖമാണ് ഡയബറ്റീസ് ഒക്കെ പോലെ. സത്യം പറഞ്ഞാൽ ഈ എല്ലാ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യും. ഇത്രയും വലിയ ഡിസീസ് കോസ് ചെയ്യുന്നതിലൂടെ ഞങ്ങളത് ആരെയും ഭയപ്പെടുത്താനല്ല പർപ്പസ്. ഇത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഇത് എന്തുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു തരികയാണ്. താങ്ക് യു.